കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കുന്നമംഗലമാണ്. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച PTA റഹീം സിറ്റിംഗ് MLA കൂടിയായ അദ്ദേഹത്തെ നേരിടുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ MA റസാഖ് മാസ്റ്ററാണ്. കഴിഞ്ഞ വട്ടം മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകിയെങ്കിലും അവർ കോൺഗ്രസ് നേതാവിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഇറക്കിയത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി. ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും CMPക്ക് വിട്ടു നൽകണം എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അവർ അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാതെ ലീഗിന്റെ സ്വന്തം സ്ഥാനാർത്ഥി ഇത്തവണ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം റസാഖ് മാസ്റ്റർ ഉണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇത്തവണ ലീഗ് നിർബന്ധമായും മത്സരിക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടിയും കുന്നമംഗലവും മത്സരിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ശേഷമുള്ള ചിത്രം? അങ്ങനെ നിർബന്ധം പറഞ്ഞ സീറ്റൊന്നും അല്ലല്ലോ. അനീഷ് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു ചർച്ച ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇല്ല, ഇല്ലാത്ത ഒന്ന് പുതിയ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണ്ടല്ലോ. ആളുകൾ ആവശ്യം ഞാനിപ്പോ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികം നമ്മൾ തൃപ്തിയുള്ള വിഷയം. ഇല്ലാത്തത് പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ ഒരു ടിസ്റ്റ് ഉണ്ടാവും. അതിന് ആ ടിസ്റ്റ് വേണ്ട. അപ്പൊ നിങ്ങൾ വേറൊരു ആവശ്യം ആരും ഉന്നയിച്ചില്ല. അങ്ങനെ സംഭവമല്ല. ഒറ്റക്കെട്ടായിട്ടാണ് മുന്നണി പോകുന്നത്. ഒറ്റക്കെട്ടായി പോകുന്നതിന്റെ ഭാഗമായിട്ട് വളരെ അടുക്കും ചിട്ടയിലുള്ള പ്രവർത്തനങ്ങൾ ഈ നിയോജനത്തിലുടനീളം നടക്കുന്നുണ്ട്. പ്രഖ്യാപിച്ചത് മുതൽ വിശ്രമമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന മാമ്പുഴ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ 4 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ്. പിന്നെ ഉളവണ്ണ, പെരുമണ്ണ, തിരുവയലി, കുന്നമംഗലം. ഇപ്പം നമ്മൾ കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് മാമ്പുഴയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടല്ലോ. എന്താണ് സ്ഥിതി? മലിനമായി കിടക്കുന്ന ഈ പുഴ. ഈ പുഴയുടെ ഒരു എന്താ പറയുക ഒരു പദ്ധതി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 2015 ജില്ലാ പഞ്ചായത്ത് മെമ്പർ 50 ലക്ഷം രൂപ അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായി അന്ന് നീക്കി വെച്ചു. അതിനുശേഷം പഞ്ചായത്തും അക്കാര്യത്തിൽ ചെയ്ത് ഫണ്ട് വെച്ചു. 1.25 കോടി രൂപ അതിന് വകയിരുത്തി ഫണ്ട് മുന്നേ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുള്ള ഇടപെടില്ലാത്തത് കൊണ്ട് എന്തായി കുളിക്കടവായി മാറി അതൊക്കെ. ഇപ്പോൾ കുളിക്കടവും ഇല്ല, മാമ്പുഴ മാലിന്യം മുക്തമായിട്ടുള്ള മാമ്പുഴയില്ല. അപ്പോൾ ഇതിനൊരു പ്രോജക്റ്റ് നന്നായി ചെയ്താൽ ഇപ്പം നമ്മൾ വിവരാവകാശ പ്രകാരം പറ്റി ചോദിച്ചു. അതിലൊന്നുമില്ല. നമ്മൾ ചോദിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒരു പ്രോജക്റ്റ് ഇവിടെ അസംബ്ലിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ വെച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിപ്പം ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയാണ് ഈ കുന്നമംഗലം കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വന്തമാക്കുന്നത്. അപ്പുറത്തുള്ള കൊടുവള്ളിയിലും ഈ പരീക്ഷണമൊക്കെ ഒരു പരിധിവരെ വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങളൊന്നും വിജയിക്കില്ല എന്നാണ് ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. 2 തവണയായിട്ട് നിൽക്കുന്ന MLA ആണ് അദ്ദേഹം. ആ ഒരു സ്വതന്ത്ര രീതിയിലാണ് ആളുകൾക്കിടയിൽ ഇറക്കുന്നത്. യോഗ്യത കുറക്കണം. 3 തവണ ഞാൻ 15 കൊല്ലം പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം പാലിച്ചോ എന്നതാണ് ചർച്ച. അത് വളരെ സജീവമായി നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ മാമ്പുഴ ലൈഫ് ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പോലും വീട് കിട്ടാത്ത അവസ്ഥ, കുന്നമംഗലത്ത് താലൂക്കാകണമെന്നുള്ള അത് ആക്കും എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുകൊണ്ടുന്ന കുന്നമംഗലത്തിന് എന്താണ് ബദൽ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നമ്മുടെ ഈ നിയോജനത്തിൽ വളരെ സജീവമായി നടക്കുകയാണ്. ഇതന്നെയാണ് ചർച്ച. വികസന മുരടിപ്പാണ് നമ്മുടെ ഈ നാട് ചർച്ച ചെയ്യുന്നത്. 3 തവണകളായി മണ്ഡലത്തെ പ്രതികരിച്ച ആളിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. അതുമാത്രമല്ല പൊതുജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ പറഞ്ഞു 38 വാഗ്ദാനങ്ങളുണ്ടായിരുന്നു 3 തവണയായിട്ട്. ഇതിലേതെങ്കിലും നടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ 1 പവൻ സ്വർണം തരുന്നു. വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാമെന്ന് പോലും പറഞ്ഞു. അതിനും കുഴപ്പമില്ല, കൂട്ടിക്കൊടുക്കാനും ഒരു തയ്യാറാണ്. പക്ഷെ ഒന്നും പോലും മറുപടി പറഞ്ഞില്ല. എന്നാലും ഇങ്ങനെയൊക്കെ പവൻ സ്വർണം എന്താ അന്ന പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് പറയല്ലേ. ഓഫർ കിടക്കുക 1 പവൻ സ്വർണം അന്വേഷിച്ചാൽ അറിയാലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തെങ്ങിലക്കടവല്ല ആശുപത്രിയിലെ തെങ്ങിലക്കട ക്യാൻസർ സെൻ്ററിൻ്റെ നമ്മുടെ 6 ഏക്കറിലധികം വരുന്ന ഭൂമിയും കെട്ടിടവും അടക്കം ഡോക്ടർ അഫ്സത്ത് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കുടുംബം എന്ത് ചെയ്ത് ഗവൺമെൻറ്റിന് കൈമാറി. ഗവൺമെൻറ് കാരണമായി അവിടെ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, അത് മൂവ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ UDFൻ്റെ അതായത് മാറ്റമുണ്ടായി. UDF അധികാരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രഥമ പ്രോജക്റ്റായിട്ട് പതിവച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വൈ നോട്ട് അവർക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല? ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്തിനെ തടയാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് അവരാ പറയേണ്ടത്. ഇപ്പോൾ ചെറുപ്പ ആശുപത്രി 7 ഏക്കറിലധികം സ്ഥലമുണ്ട്. സബ്സിഡറി യൂണിറ്റാണ് മെഡിക്കൽ കോളേജിൽ. ഡോക്ടർമാരുണ്ടോ? ഞാൻ ഇന്നാൾ കാണാൻ പോയപ്പോൾ
ഞാൻ പരിചയപ്പെട്ട ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഏതാ സ്പെഷ്യലൈസ് ചെയ്തത്, എവിടെ കൂടുതൽ? അല്ല സ്പെഷ്യലൈസ് ചെയ്താൽ സാർ ഞാൻ പിന്നെ ഇൻറ്റേൺഷിപ്പിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ MBBS കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന വേണ്ടി വരുന്ന ഡോക്ടർമാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ നിന്നാൽ മതിയോ? ആരോഗ്യരംഗം അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നൊക്കെയാണ് ഇതുപോലെ സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലമുണ്ടോ? NIT ഉണ്ട്, IIM ഉണ്ട്, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, CWRDM ഉണ്ട്, ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഈ നിയോജകത്തെ ഈ എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന നല്ല നിയോജകങ്ങളാണ്, ഒരുപാട് സാധ്യതയുള്ള നിയോജകങ്ങളാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അല്ലാതെയൊക്കെ കയറി പോവുകയാണ് പഠിക്കാനും ജോലിക്കും വേണ്ടി. ആ ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് നടപ്പാക്കി വിടും? അതാണ് നമ്മുടെ ചിന്തയും ചർച്ചയും. അതൊരു സമഗ്രമായ പഠനം നടത്തിയതിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കാരാട്ടർ സാക്കിന്റെ വരവ് ഗുണം ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞത് ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത്തവണ താങ്കളെ കുന്നമംഗലത്ത് ജയിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമെന്നാണ്. ആ ഒരു വരവ് ഈ 2 മണ്ഡലങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കും? അല്ല, അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിൽ ഒരു താഴെ ഇറക്കാൻ ഇപ്പോൾ ട്രഷറി പൂട്ടുകയാണ്, എല്ലാ ബില്ലുകളും തടഞ്ഞു വെക്കുകയാണ്, പഞ്ചായത്തിന് കിട്ടേണ്ട വിഹിതം ഇല്ലാതാകുകയാണ്, അടുത്ത തവണത്തേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത് വരുന്ന സ്വാഭാവികമായും ഗവൺമെൻറ് ഒരു ബാധ്യതയായി വെച്ചിരിക്കുന്നു. 6,50,00,000 പൊതുകടം, 50 ലക്ഷം കോടിയുടെ കടം ഈ കേരളത്തിന് വന്നിരിക്കുകയാണ്. 2016 ഉമ്മൻചാണ്ടി തയ്യാറെടുക്കുമ്പോൾ 1,00,000 ചില കോടിയായിരുന്നെങ്കിൽ ഇത് 6,50,000 കോടിയിലധികം രൂപ കടബാധ്യത വന്നിരിക്കുന്നു. ഇത്രയും വലിയ ബാധ്യത ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ വികസനത്തിന് അതിന് പണം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പൊളവണ്ണയിൽ പറഞ്ഞു ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കും, അടുത്ത ആശുപത്രി വിളി, അത് ഞാൻ കേട്ടിട്ടില്ല. കുന്നമംഗലത്ത് പറഞ്ഞു താലൂക്കാക്കും എന്ന് പറഞ്ഞു, ഗതാഗത കുരുക്ക് ഇല്ലാതാക്കും. ഗതാഗത കുരുക്ക് കൊണ്ട് കൂട്ടുക മനുഷ്യൻ ഒരു മാർഗ്ഗമില്ലാതെ കുടുങ്ങിയാണ്. മണിക്കൂറുകൾ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും ഞാൻ നേരത്തെ സൂചിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആ നഗരഹൃദയത്തിനകത്ത് മണിക്കൂറുകൾ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുക. ശബരിമല സന്നിധാനത്തിന് പോകുന്ന അയ്യപ്പന്മാരുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്ന നമ്മുടെ യാത്രക്കാരായിട്ടുള്ളവരും അതുപോലെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. കോഴിക്കോട് കളക്ടറേറ്റിൽ ജോലി ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിവിധ കോളേജുകൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊന്നും സമയത്തിനെത്താൻ സാധിക്കാത്ത രൂപത്തിൽ ഗതാഗത കുരുക്കൊന്നും മാറ്റാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അതിന് നമ്മുടെ UC രാമൻ MLA ആയിരുന്ന സന്ദർഭത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കാരന്തൂർ മുതൽ കുന്നമംഗലം കടന്നു പോകുന്ന രൂപത്തിലുള്ള തീരദേശ റോഡ്. അത് തീരദേശ റോഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പുറമ്പോക്ക് ഭൂമിയാണ്, ആർക്കും നഷ്ടമല്ല, മനോഹരമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന 110 കോടി രൂപയിൽ വന്ന പ്രോജക്റ്റായിരുന്നു. അതുണ്ടായില്ല. ഒരു സ്റ്റെപ്പ് ഈ വിഷയങ്ങളിൽ എടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഈ പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും ആവില്ല എന്നാണ്. അതായത് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് ലഭിക്കുമോ, SDPയുടെ പിന്തുണ LDFന് ലഭിക്കുമോ എന്നതൊക്കെയാണ്. ഇത്തരം ആളുകളുടെ വോട്ടുകൾ അഭ്യർത്ഥിക്കുമോ ഈ വോട്ടുകൾ? അല്ല, മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓരോന്നിലും. അപ്പം അദ്ദേഹം തന്നെ പറയുന്നത് കൊണ്ട് പിന്നെ നമ്മളതിൽ മറുപടി ഒന്നും പറയേണ്ടി. അല്ല, വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ ഉണ്ട് എന്ന് നേരത്തെ സമ്മതിച്ചാണ്. ഈ കുന്നമംഗലത്തൊക്കെ അവർ ലഭിക്കുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 30-32 കൊല്ലക്കാലം വെൽഫെയർ പാർട്ടിനെ പിന്തുണ മേടിച്ച രാജ്യമാണല്ലോ കേരളത്തിൽ അടുത്ത പക്ഷേ ജനാധിപത്യമാണ്. എൻ്റെ ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. വെൽഫെയർ പാർട്ടി അങ്ങനെ അന്യമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ അന്യമായിട്ട്. SDPയുടെ കാര്യമോ? SDPയുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ SDP എന്താണെന്നുള്ളത്. മറുപടി പറയാതെ മുമ്പ് മാറിയെന്ന് മനസ്സിലാക്കാല്ലോ SDPയുടെ കാര്യം എന്താണ്. UDFന് വോട്ട് കിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതെ മാറിയിൽ നിന്ന് എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? നിങ്ങളെ വായിച്ചെടുത്തത് അല്ല, അത് അവർ ചില മണ്ഡലങ്ങളിലാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞില്ല? ആ മറുപടി പറയാതെ അർത്ഥഗർഭമായ മൗനത്തിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? എന്തായാലും വലിയ വിജയം നേടും. ഒപ്പം വികസന കാര്യങ്ങളിൽ ഊന്നിയാണ് വോട്ട് തേടുന്നത്. മുൻ MLA ചെയ്ത വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ടം നിരത്തി ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ 1 പവൻ സ്വർണം നൽകുമെന്ന ഒരു ഓഫർ കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.